ഒരു സെഗ്മെന്റിലേക്ക് പോവാം. അടി റൗണ്ട് ആണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അടിയോ? നമ്മുടെ പേര് അതിരടിയല്ലേ, പേരനുസരിച്ചൊരു ഗെയിമാണ് സെക്രട്ടറി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേഴ്സൺ, നിങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കണ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു പേഴ്സൺ. അത് ഉത്തരം പറ. ഞാനും കേട്ടോ എപ്പോഴും അങ്ങനെ അടി ഉണ്ടാക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ധ്യാനമായിട്ടാണ് നല്ല അടി. ഒരു പ്രത്യേക ജീവിതമല്ലേ. പക്ഷെ ഇപ്പൊ ഒരുപാട് വർഷമായി ഒരടി നടന്നിട്ട്. അധികം വൈകാതെ സംഭവിക്കട്ടെ. എന്താ എന്റെ ഉദ്ദേശം? നിങ്ങൾ തമ്മിലൊരു സിനിമ നടക്കട്ടെ എന്നൊക്കെ പറയണ പോലെയാണ്. അടി ഉണ്ടാക്കട്ടെ. അടി ഉണ്ടായിട്ട് എത്ര കാലായി? നീ തീർന്നടാ, നീ തീർന്നു. ബേസിക് ചേട്ടൻ എങ്ങനെയാ അടി ഉണ്ടാക്കുന്നത് അല്ലേ? ഞാൻ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ ഒന്നും അടിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ഐ എം എ ഗുഡ് ബോയ്. വെറുതെ ചിരിപ്പിക്കരുത്. ചേച്ചിയായിട്ടൊക്കെ പണ്ട് ഭയങ്കര അടി ഉണ്ടാക്കായിരുന്നു. ഇപ്പൊ പക്ഷെ ചേച്ചിയൊക്കെ വലുതായല്ലോ, അത് കാരണം ചോദിക്കാനും പറയാനൊക്കെ ചേച്ചിയുടെ മക്കള് വരും. നിങ്ങൾ എന്താ കാണിക്കണേ? അതുകൊണ്ട് പട്ടി ഉണ്ടാക്കാറില്ല. മക്കളെ പേടിച്ചിട്ടാണ്. 2 boys, ബിഗ് ബോയ്സ്. വേറെ ആരുമായിട്ട് അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ആരോടും പോയി പറയലട്ടോ, ആൾക്കാർ ചിരിക്കും. ചൊറിയും പോയി എല്ലാരെയും, അപ്പൊ അവര് തിരിച്ചും ചൊറിയും, അത്രേ ഉള്ളു. അല്ലാതെ തല്ല് കൂട്ടൊന്നുമില്ല. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഷാൻ ചേട്ടൻ ഇപ്പം ആക്ടിങ്ങിലേക്ക് കടന്നല്ലോ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഇപ്പം വർഷത്തിൽ 5 പടം ചെയ്ത ഒരു നടനാവണോ? നമ്മുടെ ധ്യാൻ ചേട്ടനൊക്കെ പോലെ മാസത്തിൽ സെലക്റ്റീവായി 5 പടം ചെയ്ത ഒരു നടനാവണോ? ധ്യാൻ സെലക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ നിന്നെ മോശക്കാരനാക്കിയതല്ല, നിന്നെ വെളിപ്പെടുത്തിയതാണ്. എന്തിനാ അങ്ങനെ ഒരു ആരോപണം എന്റെ അനിയന്റെ പേരില്? ഒറ്റപ്പെടുത്താതടാ, പാവാ. മനസ്സിടിഞ്ഞിരിക്കുമ്പോ വീട്ടുകാരുടെ പ്രോത്സാഹന വേണ്ടേ? ഞങ്ങൾ ബേസിക് ചേട്ടന്റെ ലോഗോ, ചേട്ടന്റെ കൊച്ചിയിലുള്ള ശരിക്കുള്ള ഫേസ് കട്ട്, ക്യൂട്ടായിട്ടാണല്ലോ തോന്നുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ബേസിൽ എന്ന ഡയറക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും, കൂടുതൽ നടനായിട്ട് അറിയായിരിക്കും. പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ശരിക്കും? നല്ല കാശ് മുടക്കി പടം എടുക്കുന്ന പ്രൊഡ്യൂസറാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മായി. ഈ വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ ഈ പഠിച്ചിറങ്ങി വന്നത്. ആദ്യ പടത്തിൽ വിനീതേട്ടനുണ്ട്, പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ വിനീതേട്ടനുണ്ട്. ശരിക്കും വിനീതേട്ടൻ ലക്കിച്ചാമാണോ ബേസിലിന്? ചോദിക്കേ ആ വിനീതേട്ടൻ ലക്കിച്ചാമ നിവൃത്തികേട് കൊണ്ട് സമ്മതിച്ചതാ. നിവൃത്തികേട്. ഞാൻ പോകുന്നു. ബൈ ബൈ.